ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ നമുക്ക് ബീഫും അതുപോലെ തന്നെ പൂളിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല മഴ പറയാനില്ല, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിന്ന് ഫ്രൈഡേ ഉണ്ട്, സ്പെഷ്യലായിട്ട് ഇതായിരുന്നു കേട്ടോ, ചിക്കൻ കറി, തേങ്ങാച്ചോറ്, പപ്പടം. സോ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ഞങ്ങളുടെ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട് ഓഫ് ഫ്രീ ഷോപ്പിങ്ങിന് പോകുമ്പോഴാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ ഇടുന്ന ബാഗ്. സോ പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബാഗ് കുറച്ചുകൂടി കംഫർട്ടാണ് ബാഗ്, ഈ വൈറ്റ് ആയിരുന്നു, അത് നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. പിന്നെ ബസ് സ്റ്റോപ്പിൽ 1.5 മണിക്കൂർ നമ്മൾ ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ബസ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ബസ് പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബസ്. അങ്ങനെ പിന്നെ ബസ്സിൽ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈം ആയതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് സ്കൂളും ക്ലാസ്സൊന്നും ഉണ്ടാവാറില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ചപ്പൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ ഒരു കടയിൽ പോയപ്പോൾ അവിടെ അത്ര എൻ്റെ കംഫർട്ടായിട്ടുള്ള ചെരുപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അത് ലാസ്റ്റിലേക്ക് ആക്കാം. ഓൾസോ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് കയറിയിട്ടുള്ളത് ഈ ഒരു കടയിലേക്കാണ്. അവിടെ അത്യാവശ്യം നല്ലതുണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. ഈ കടേൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? സ്റ്റെപ്പാണ് ഗൈസ്. എത്ര സ്റ്റെപ്പ് കയറിയെന്ന് എനിക്ക് പോലും അറിയില്ല. സോ ഇവിടെ എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ പോലെ ഫുൾ കളർഫുള്ളായിട്ട് എനിക്ക് അത്ര കളക്ഷനായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നൊന്നും എടുത്തിട്ടില്ല. ഫുള്ള് വലിച്ചിട്ടിപ്പിച്ചില്ലാണ്ട് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പാൻറ്റസ് പിന്നെയും കൊള്ളാം കേട്ടോ, വേറെ എടുത്തില്ല. പിന്നെ മുകളിൽ എനിക്കും ഉമ്മച്ചിക്കും വേണ്ടിയിട്ട് പാർട്ടി വെയർ ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെയും ഒന്നും കൊള്ളില്ലായിരുന്നു. ഒന്നല്ലെങ്കിൽ ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ തീരെ വർക്ക് ഇല്ലാത്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു മീഡിയം കിട്ടണം. അതാണ് ഇവിടെ കിട്ടണില്ല. നല്ല ഡ്രസ്സുണ്ടായിരുന്നു, കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇന്നത്തെ വർക്ക് കണ്ടോ, ഇത്ര വർക്ക് വേണ്ട അയച്ചു. പിന്നെ അവർക്കുള്ള ഷർട്ട് നോക്കി, പക്ഷേ ആ ഷർട്ട് നല്ല രസമായിരുന്നു. പക്ഷെ അത് ഇവർക്ക് പറ്റില്ല, സൈസില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കിട്ടിയില്ല കേട്ടോ. സോപ്പ് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി, അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നിസ്കരിച്ച് അത് കഴിഞ്ഞ് ഡ്രസ്സ് തപ്പി പോകുന്ന ടൈമിൽ നല്ല പെർഫ്യൂം കളക്ഷനൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ബെഡ്ഷീറ്റ് ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് നോക്കി. പിന്നെ ഇവിടുന്ന് കുറച്ച് ഷർട്ട് എടുത്തു. ചെറിയ ബ്രദറിന് 2 ഷർട്ട് എടുത്തു കേട്ടോ. ഇവിടുന്ന് കുറച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഷർട്ട്. പിന്നെ ഗേൾസിനെ പറ്റിയിട്ട് ഗേൾസിനെ തപ്പി പിടിക്കാൻ കുറച്ച് പാടാണല്ലോ, ഗേൾസിന് ഇല്ലേനു. പിന്നെ ഞങ്ങൾ നല്ല സൂര്യനും നല്ല സൺലൈറ്റാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. ഇവർക്ക് എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ബോയ്സിനെടുക്കാൻ വിചാരിച്ചു. കാരണം ഗേൾസിന് കുറച്ച് ടൈം വേണ്ടി വരുള്ളൂ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ നാസിയൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ബ്രദേഴ്സിനൊക്കെ അവിടെ നിന്നാട്ടോ എടുത്തത്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പുതുക്കി എന്നിട്ട് വേണം എനിക്കും മച്ചിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ലെയിമും പിന്നെ ഒരു കടിയുണ്ട്, ഈ സാധനം എനിക്ക് എന്താ ഓർമ്മയില്ല, പക്ഷേ ഞങ്ങൾ കടലിറ്റും സമൂസയൊക്കെ നോക്കിയിട്ടും അവിടെ ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പോരാ നേരത്ത് ഞങ്ങൾ ലാസ്റ്റിക്ക് കുമ്മിച്ചിക്കും വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തു. അത് പിന്നെ എടുത്തിട്ടില്ല വല്ലാണ്ട് വീഡിയോ. പിന്നെ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കാൻ വേണ്ടി നിന്നപ്പോൾ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വെറുതെ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. സ്ലൈഡ്സ് കാണാനും ക്രാബ്സ് കാണാനും അവിടുത്തെ കമ്മലൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പിൻട്രസ്റ്റൊക്കെ പോലെ കേട്ടോ. അത്രക്കും ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഞാനൊന്നും ഇട്ടില്ല, ഞാൻ കമ്മൽ അങ്ങനെ ഇടാറില്ല. പിന്നെ ക്രാബ് ഞാൻ 1 2 എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടുണ്ടായിരുന്നു ക്രാബ്. ഇതൊക്കെ എന്താ സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം. ഇത് കുഞ്ഞി ക്രാബ് കേട്ടോ, സ്ട്രോബെറി ക്രാബൊക്കെ അടിപൊളി, നല്ല രസമായിരുന്നു. പിന്നെ മാലകൾ അങ്ങനെയൊക്കെ ഉള്ളത്, ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. പിന്നെ വല്ലാണ്ട് അവിടെ കണ്ടുന്നില്ല, വേഗം ബസ് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.